വാത്സല്യ സ്നേഹിതർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സന്ധ്യാവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. 20-ാം നൂറ്റാണ്ട് ജന്മം കൊടുത്ത മസ്തിഷ്ക മല്ലന്മാരിൽ അതികായനും ഭാരതത്തിന്റെ രാഷ്ട്രപതിമാരിൽ ഒരുവനായിരുന്നവനുമായ ബഹുമാനപ്പെട്ട സർവേപ്പള്ളി രാധാകൃഷ്ണൻ അവറുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു യുവ സ്നേഹിതൻ ഞാൻ അങ്ങയുടെ ശിഷ്യൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വൈജ്ഞാനികനായ അങ്ങയുടെ ഒരു ശിഷ്യനായി എന്റെ ജീവിതം സമർപ്പിച്ച് ശിഷ്ടമുള്ള നാളുകളിൽ ഞാൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. അല്പനിമിഷങ്ങൾ ചെന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സർവേപ്പള്ളി രാധാകൃഷ്ണൻ അവരുടെ ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ ഗുരുവായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്റെ ശിഷ്യനായിരിക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗിഡയൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ക്രിസ്തീയ സംഘടന ഭാരതത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ കാലാകാലങ്ങളിലായി വിതരണം ചെയ്തിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പുതിയ നിയമ പ്രതി അദ്ദേഹത്തിന് സമ്മാനിച്ച ശേഷം തന്റെ അടുക്കൽ വന്ന പോൾ സുധാകർ എന്ന് പറയുന്ന ഈ മാന്യ യുവാവിനോട് ദയവായി ഈ പുസ്തകത്തിന്റെ സുവിശേഷങ്ങളിലെ 4-ാം സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, അതിന്റെ 1 മുതൽ അധ്യായങ്ങൾ താങ്കൾ വായിക്കണം. താങ്കൾക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു ഗുരുവിനെ പരിചയപ്പെടുവാൻ കഴിയും എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ബൈബിളിന്റെ പ്രതി വാങ്ങി മടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ ഉള്ള അധ്യായങ്ങൾ വായിച്ചു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം മടങ്ങി വീണ്ടും ബഹുമാന്യനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എടുക്കൽ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവിനെ കണ്ടെത്തിയോ? അദ്ദേഹം പറഞ്ഞു, കണ്ടെത്തിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പോയി ഒരു പ്രാവശ്യം കൂടെ ഇതേ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം മടങ്ങി വീട്ടിൽ ചെന്നു. 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ വീണ്ടും വായിച്ചു. മടങ്ങി ഇതിനെ ചോദിച്ചു, അങ്ങ് ഞാൻ പറഞ്ഞ ഗുരുവിനെ കണ്ടെത്തിയോ? അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ആ പുസ്തകത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ 3 പ്രാവശ്യം തുടർച്ചയായി ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ 3 അധ്യായങ്ങൾ വായിച്ചു. ഒരു പ്രത്യേക നിർദ്ദേശം നൽകി, 3-ാം അധ്യായം ഒരാവർത്തിയും കൂടെ വായിക്കണം. 3-ാം അധ്യായം അദ്ദേഹം വായിച്ചു. 3-ാം അധ്യായത്തിന്റെ ആദ്യ യാമം വായിച്ച് അതിന്റെ 14, 15, 16 വാക്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിശ്ചലമായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു, മനസ്സോടെ നിന്നു. അദ്ദേഹം ആ വാക്യം വായിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവരെ നൽകുവാൻ കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. മടങ്ങി അദ്ദേഹം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആവർത്തിച്ച് വായിച്ചു. ഈ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇടയ്ക്കിലെത്തി. എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? അദ്ദേഹം പറഞ്ഞു, അങ്ങ് പറഞ്ഞ ആ വിശ്വഗുരുവിനെ ഞാൻ കണ്ടെത്തി. അവൻ മറ്റാരുമല്ല, നസ്രയനായ യേശുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ 33 വർഷക്കാലം ജീവിച്ച നസ്രയനായ യേശു, നസ്രയത്തിലെ തച്ചന്റെ മകൻ എന്ന് പരക്കെ അറിയപ്പെടാൻ ആഗ്രഹിച്ച നസ്രയത്തുകാരനായ യേശു, ആ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ ആരാണ് എന്ന് 1, 2, 3, 4, 5 എന്ന് വളരെ വേഗത്തിൽ ഒരു 4-5 കുറിപ്പുകൾ മാത്രം പറഞ്ഞ് ഞങ്ങളുടെ പ്രസംഗത്തിന് വിരാമം കുറിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഞങ്ങളുടെ പ്രമേയത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? 1, യേശു ക്രിസ്തു വിശ്വ ചരിത്രത്തിലെ ഏറ്റവും അതിശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. എന്താണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലുള്ള പ്രത്യേകത? പല ആളുകളും യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇടമറുകനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ മകനായ സണ്ണി ഇടമറുകനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ എഴുതിയ അവരുടെ നാസ്തിക ഗ്രന്ഥങ്ങളിൽ
ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ലോക ചരിത്രത്തിലെ BC എന്നും AD എന്നും രണ്ട് തുല്യ കഷ്ണങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നീണ്ടു നിവർത്തി നിൽക്കുന്ന ചരിത്ര പുരുഷനാണ് നസറേയനായ യേശു. യേശു ക്രിസ്തുവിനെ കൂടാതെ വിശ്വചരിത്രം ചമയ്ക്കുക അസാധ്യം. ചരിത്രകാരനായ H.G. Wells അദ്ദേഹം പറയുന്നു, ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി, ചരിത്രം അവന്റെ ചരിത്രമാണ്. ആൻഡ് വിതൗട്ട് ഹിം ഈസ് നോ സ്റ്റോറി അറ്റ് ഓൾ, അവനെ കൂടാതെ ചരിത്രം എഴുതുവാൻ സാധിക്കുകയില്ല. ലോകത്തിന്റെ ചരിത്രം തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ മഹത് ഗുരുവിനോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു പക്ഷേ അക്രൈസ്തവനായിരിക്കാം, നിങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കാം, നിങ്ങൾ ഇസ്ലാമിയോ ഹിന്ദുവോ അതുപോലെ തന്നെ ക്രൈസ്തവനോ ജൈനനോ ബൗദ്ധനോ ലോകത്തിലെ ഏത് മതവിശ്വാസപ്പെട്ട ആളുമാകട്ടെ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന AD 2025 എന്താണ് ആ പദം നമ്മെ ഓർപ്പിക്കുന്നത്? ആന്റി ഡെമോനി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വർഷം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാല ചരിത്രം എന്നാണ് ആ രണ്ട് പദസമുച്ചയങ്ങളുടെ അർത്ഥസമ്പുഷ്ടി. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, വിശ്വചരിത്രത്തെ രണ്ട് തുല്യ കഷ്ണങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന് നടുവിൽ ചരിത്രത്തിന് നായകനായി നീണ്ടു നിവർത്തി നിൽക്കുന്ന ചരിത്ര കേസരിയാണ് കർത്താവായ യേശു. അപ്പൊ യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. എന്റെ കൈവശം ഒരു പുസ്തകമുണ്ട്. കൈവശം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ ലൈബ്രറി. ആ പുസ്തകത്തിന്റെ തലക്കെട്ടിങ്ങനെയാ, ഹൂ മൂവ് ദ സ്റ്റോൺ, ആരാണ് ആ കല്ല് നീക്കിയത്. ഇത് എഴുതിയത് ലോക പ്രശസ്തനായ ഒരു സയന്റിസ്റ്റും അതുപോലെ ഒരു എഞ്ചിനീയറുമാണ്. നസറേയനായ യേശുവിനെ സംബന്ധിച്ച് എല്ലാ കഥകളും മിഥ്യയാണ്. യേശു ക്രിസ്തു ചരിത്രത്തിന്റെ ഭാഗമല്ല, ബൈബിളിന്റെ ചിത്രീകരണമാണ്. ഏതാനും ചില ക്രിസ്ത്യാനികളുടെയും ചുരുക്കം ചില മുസൽമാന്മാരുടെയും എബ്രായ വിശ്വാസികളുടെയും വിശ്വാസത്തിന് ആധാരമായ പുരുഷനാണ്, ചരിത്ര പുരുഷനല്ല എന്ന് സ്ഥാപിക്കുവാൻ അദ്ദേഹം യേശു ജനിച്ച് ജീവിച്ച പലസ്തീൻ നാഗരികതയിൽ ചെന്ന് അവിടെയുള്ള പുരാതന കാല ചരിത്രത്തിന്റെ ഏടുകളെ സൂക്ഷ്മമായി പരിശോധിച്ച് പുരാതന ഭൂമി ഉത്ഖനനം ചെയ്ത് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി എണ്ണിപ്പറയുന്ന കൈകൾച്ചീലുകൾ, കളിമൺ ശേഖരങ്ങൾ എന്നിവയുമായി രംഗത്ത് വന്ന ശേഷം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം ചമച്ച മനോഹരമായ ഗ്രന്ഥമാണ് പുസ്തകം. അദ്ദേഹം ക്രിസ്തു ജനിച്ചിട്ടില്ല, ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് സ്ഥാപിക്കാനാണ് പോയത്. ഒടുവിൽ അദ്ദേഹം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു അനുഗാമിയായി മാറ്റപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തിലെ നിസ്തുലനായ പുരുഷ കേസരിയാണ്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ ജനനം ചരിത്രത്തിലെ ശ്രേഷ്ഠമായ ഒരു സംഭവമാണ്. ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം കാലത്തിന്റെ പ്രതീക്ഷകളിൽ മുൻഗണനയും കൂടാതെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ലോകത്തിൽ വന്ന് നമുക്ക് ലഭിക്കപ്പെട്ട നാളുകളിൽ ജീവിച്ച് മരണത്താൽ മൺമറയപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ ആദ്യം ജന്മത്തെക്കുറിച്ച് മുൻകൂട്ടി ആരും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന വീട്ടിൽ ഇന്നയാളിന് ഇന്ന പേരിൽ ഇന്നൊരു മകൻ ജനിക്കുമെന്ന് ലോകത്തിലെ ഒരു ജ്യോത്സ്യനും ഒരു പ്രവാചകനും ആരും ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. നമ്മളുടെ മാതാപിതാക്കൾ വിവാഹിതരായി അവരുടെ കുടുംബജീവിതത്തിൽ അവർ ഒന്നിച്ച് ജീവിച്ചു. അവരുടെ ശാരീരിക ബന്ധത്താൽ അവർക്ക് സന്താനങ്ങളുണ്ടായി. അങ്ങനെ കാലഘട്ടത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ജനിച്ച് ജീവിച്ച മാതാപിതാക്കൾക്ക് കാലാകാലങ്ങളിലായി ദൈവം തമ്പുരാൻ നൽകിയ ജനന പ്രക്രിയകളിലുള്ള സമ്മതികളാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും. ഞാനും നിങ്ങളുമെല്ലാം അങ്ങനെ തന്നെ. എന്നാൽ ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ നസറേയനായ യേശു ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് അദ്ദേഹം ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളിൽ പ്രവാചക വരേണ്യന്മാരായി ലോകത്ത് രംഗപ്രവേശം ചെയ്ത പ്രവാചകന്മാരാണ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ BC 740 കാലഘട്ടങ്ങളിൽ യെരുശലേമിന്റെ രാജവീതിയിൽ നെടുകയും കുറയും നടന്നുകൊണ്ട് യഹൂദ ജാതിയോട് സുവിശേഷത്തിന്റെ സന്ദേശം അറിയിച്ച പ്രവാചകനായ യെശയ്യാ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും.
അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാത്തേക്കുകൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് പറഞ്ഞത് സുമാർ BC 740. അതേ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവാചക പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്കും, അവൻ അത്ഭുത മന്ത്രി, ദേവനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആരെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഈ വാക്യങ്ങൾ പറഞ്ഞുവോ ആ കർത്താവായ യേശു 740 സംവത്സരങ്ങൾ കാലചരിത്രത്തിൽ ഉരുണ്ടുമാറി കഴിഞ്ഞപ്പോൾ കന്യകയുടെ സുതനായി, കന്യക മറിയാമിൽ പുരുഷബന്ധം കൂടാതെ മനുഷ്യ ശിശുവായി ഈ ലോകത്തെ സന്ദർശിച്ചു. അവന്റെ ജന്മത്തിങ്കിൽ ആകാശത്തിലെ മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ആ യേശുക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുവാൻ കന്യകയായി മറിയെ സന്ദർശിച്ച ഗബ്രിയേൽ ദൂതൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്യഭാഗം ഉദ്ധരിച്ചവരെ കേൾപ്പിച്ചു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായി. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞിട്ടുള്ള, ഇനിയും ജനിക്കാനുള്ള ആരെയും സംബന്ധിച്ച് അവരുടെ ജന്മം മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. കാലത്തിന്റെ നിയോഗമായി ലോകത്തിൽ ജനിച്ചു വീഴുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. എന്നാൽ ഈ വിശ്വചരിത്രത്തിൽ മുൻകൂട്ടി ജനത്തെക്കുറിച്ച് അറിയിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുവാണ്. അവൻ പറഞ്ഞിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനായ EK നായനാർ അവരുകൾ. EK നായനാർ അവരുകൾ അല്പ ഫലിതത്തോടുകൂടി സംസാരിക്കുകയും സത്യസന്ധമായി നമ്മുടെ ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ ടെലികോം മിനിസ്റ്ററായിരുന്ന ബഹുമാനായ രാജേഷ് പൈലറ്റ് ഈ കേരളം സന്ദർശിക്കുന്നു. കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള രാജേഷ് പൈലറ്റ് ഈ സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം ഇവിടുത്തെ നിയമസഭയെ അല്ലെങ്കിൽ അധികാരസ്ഥന്മാര് മുഖ്യമന്ത്രിയെ അറിയിക്കണമായിരുന്നു. പക്ഷേ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കാതെ കേരളത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര നിലയിൽ ഉള്ള പോലീസ് പ്രൊട്ടക്ഷൻ ലഭിച്ചില്ല. മടങ്ങി കേന്ദ്രത്തിൽ ചെന്ന ശേഷം അദ്ദേഹം ബഹുമാനായ EK നായനാർ അവർക്ക് കത്തെഴുതി: കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള ഞാൻ, ടെലികോം മിനിസ്റ്ററായി സേവനം ചെയ്യുന്ന ഞാൻ കേരളം സന്ദർശിച്ചപ്പോൾ എനിക്ക് മതിയായ പോലീസ് സംരക്ഷണം നൽകാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അന്ന് ബഹുമാനായ EK നായനാർ അവരുകൾ ഒരു പ്രസ്താവന പറഞ്ഞ് ഇവിടുത്തെ എല്ലാ വർത്തമാന പത്രങ്ങളും, മലയാള മനോരമ, മംഗളം, കേരള കൗമുദി, എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ ആ വാർത്ത വ്യക്തമായി എഴുതി: പടച്ചവനാണെങ്കിലും പറഞ്ഞിട്ട് വേണം വരാൻ. ശരിയല്ലേ? ഈ പ്രപഞ്ചത്തെ കാണുന്ന ആടി ഊഴി നിമിടമാക്കിയത് ബ്രഹ്മാണ്ഡ ഗതാഗത്തെ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണങ്ങൾ ഉളവാക്കിയ സാക്ഷാൽ ദൈവം നമ്പുരാനാണെങ്കിലും എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് വേണം ഈ ഭൂമിയിലേക്ക് വരുവാൻ. അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു സത്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ധന്യനായ പൗലോസ്ലീഹ, താർസോസിലെ പ്രസിദ്ധനായ ശൗൽ, അദ്ദേഹം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ജീവിതത്തിൽ കൈക്കൊണ്ട് രക്ഷിതാവായി അവനെ അംഗീകരിച്ച് ജീവിതത്തിന് ആത്യന്തികമായ പരിവർത്തനം സംഭവിച്ച് ക്രിസ്തുവിനെ ദ്വേഷിച്ചവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചവനായി പിൽക്കാലത്ത് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതി വയ്ക്കുകയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആഴിയെയും ഊഴിയെയും നിർമ്മിച്ച വലിയവനായ ദൈവം നമ്പുരാൻ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ പ്രവാചക വരയെന്നാൽ കൂടെ ലോകത്തെ മുന്നറിയിച്ച തിരുവെഴുത്തുന്ന നിവർത്തി എന്ന നിലയിൽ ലോകത്തിൽ ജനിപ്പാൻ പോകുന്നു എന്ന് ലോകത്തെ അറിയിച്ച ശേഷം ലോകത്തെ സന്ദർശിച്ച ഏക പുരുഷനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. അതാണ് പൗലോസ് പറയുന്നത്: അവൻ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി ജനിച്ചു, എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി അവൻ ജീവിച്ചു, എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി അവൻ മരിച്ചു, എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്ന നിലയിൽ കാലചരിത്രത്തിൽ, വിശ്വചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച്, മനുഷ്യനായി ജീവിച്ച്, മനുഷ്യനായി മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ് കർത്താവായ യേശു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം അദ്ദേഹം നിസ്തുല്യമായി ജനിച്ചു കിട്ടുക. 3, അദ്ദേഹത്തിന്റെ
ജീവിതം നിശ്ചലമായിരുന്നു. എന്താണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച നാം എല്ലാവരും പാപികളാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപികളാണ്. എല്ലാ മതവിശ്വാസങ്ങളും മനുഷ്യൻ പാപിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഇവിടെ കോടതിയുടെ ആവശ്യമില്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ഈ പറയപ്പെട്ട സംവിധാനങ്ങളൊന്നും മനുഷ്യരുടെ ആവശ്യമില്ല. ഇവിടെ മാവേലി നാടുവാണ് കാലത്തെ പോലെ ഏകോദര സഹോദരങ്ങളായി നീതിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും സമ്പന്നതയും അനുഭവിക്കുന്ന ആളുകളായി ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങളെല്ലാം മനുഷ്യൻ പാപിയാണ് എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യൻ പാപിയാണ്. ഞാനും നിങ്ങളെല്ലാം ജനിച്ചിരിക്കുന്ന പാപികളായിട്ടാണ്. ഇസ്ലാം മതത്തിൽ ബഹുമാന്യനായ മുഹമ്മദ് നബി ഇപ്രകാരം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്: മാനവചരിത്രത്തിൽ മനുഷ്യകുലത്തിൽ മനുഷ്യനായി ജനിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഇബ്ലീസിനാൽ തൊടപ്പെടാത്തവനായി ഉണ്ടെങ്കിൽ അത് മറിയമിന്റെ മകനായ നസ്രയത്തുകാരനായ യേശു മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസ്രയനായ യേശു വഴിയെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച എല്ലാ ആളുകളും പാപികളാണെന്നാണ്. പാപത്തിന് ലാഞ്ചന ലഭ്യമില്ലാതെ വിശ്വചരിത്രത്തിൽ മറിയിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് മനുഷ്യരായി ജനിച്ച ഒരേ ഒരു പുരുഷ കേസരി നസ്രയനായ യേശു അവന്റെ ജീവിതത്തിൽ അവന്റെ സ്ത്രീയായിരുന്നു. തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷപക്ഷത്തിന്റെയും ശാസ്ത്രികളുടെയും മുമ്പാകെ അദ്ദേഹം നെഞ്ഞുപുലർത്തി നിന്നുകൊണ്ട് ഇപ്രകാരം ചോദ്യം ചോദിച്ചു: നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തുവാൻ കഴിയും? ഞാനിവിടെ നിന്നുകൊണ്ട് ഈ സ്ഥലത്ത് നിന്നിട്ട് നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ സമ്മതിക്കുകയില്ല. നിങ്ങൾ പറയും, ഞങ്ങളെക്കാൾ ഒട്ടും വിശേഷത നിങ്ങൾക്കില്ല, ഞങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠത താങ്കൾക്കില്ല, താങ്കൾ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, താങ്കളും പാപിയാണെന്ന് പറയും. കാരണം എന്റെ വാക്കുകളിൽ, എന്റെ പ്രവൃത്തികളിൽ, എന്റെ ചിന്തകളിൽ, എന്റെ നിരൂപണങ്ങളിൽ, എന്റെ എല്ലാ മാനസിക മണ്ഡലങ്ങളിലെ പ്രവൃത്തികളിലും പാപമുണ്ട്. എന്നാൽ പാപം അല്പം പോലും പാപത്തിന്റെ ലാഞ്ചന ലെവലേഷൻ പോലും ഏൽക്കാത്ത പുരുഷ കേസരിയായിരുന്നു നസ്രയനായ യേശു. ആ യേശു സദൈര്യം ചോദിച്ചു: നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്താൻ കഴിയും? സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ വിഷയം വലിച്ചു നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പിവാചകം പോലെ പറഞ്ഞു അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പാപം ഇല്ലാതെ ലോകത്തിൽ ജനിച്ച്, പാപമില്ലാതെ ലോകത്തിൽ ജീവിച്ച്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തുവാൻ കഴിയുമെന്ന് ലോകത്തോട് പരസ്യമായി ചോദിച്ച് ശത്രുക്കളാലും മിത്രങ്ങളാലും പാപരഹിതൻ എന്ന് സാക്ഷ്യം പ്രാപിച്ച ഒരേ ഒരു വ്യക്തി അത് നസ്രയനായ യേശു മാത്രം. ഇനി 4, യേശുക്രിസ്തു തന്റെ അവകാശവാദങ്ങളിൽ നിസ്തുലനായിരുന്നു. എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ അവകാശവാദം? 7 അവകാശവാദങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 7 പേരുടെ ഇവിടെ ഞാൻ അനുഗ്രഹിക്കുന്നില്ല, ചിലത് ഞാൻ പറയാം. യേശുക്രിസ്തു പറഞ്ഞു: ഞാൻ വഴിയാകും. ലോകത്തിൽ ഇന്ന് വരെ അവതാര പുരുഷന്മാരായി അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന യാതൊരു ആരാധനാ മൂർത്തികളും അല്ലെങ്കിൽ അവതാരങ്ങളും തങ്ങൾ വഴിയാകുന്നു, സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നു എന്ന് അവകാശപ്പെടില്ല. നാം അവരെയൊക്കെ വഴിയാണ്, വെളിച്ചമാണ്, രക്ഷയാണ്, രക്ഷാമാർഗമാണ് എന്നുള്ള വിശേഷങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അവരാരും അങ്ങനെ അവകാശപ്പെട്ടില്ല. ശ്രീമത്തിന് ഒരിക്കലും പറഞ്ഞില്ല ഞാൻ വെളിച്ചമാണ്. അതുപോലെ ലോകത്തിലെ മതനേതാക്കന്മാർ ആരും പറഞ്ഞില്ല ഞാൻ വഴിയാണ്, ഞാൻ ആത്യന്തികമായ സത്യമാണ് എന്ന്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അതേ ഇപ്രകാരം അവകാശപ്പെട്ടു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. 2, യേശു പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം ഞാനാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല. യേശു പറഞ്ഞു ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന് പറഞ്ഞ രക്ഷയ്ക്കുള്ള ഏക മാർഗം ഞാനാണ്. യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. അതായത് മരണത്തിന്റെ മേൽ ജയഭരി മുഴക്കുവാൻ കഴിയില്ല. മരണത്തെ എന്നേക്കുമായി കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി മരണത്തിന് മേൽ ജയം വരിക്കുവാൻ കഴിയില്ല ഏക വ്യക്തി ഞാനാണ്. ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും മതനേതാക്കന്മാർ കാലത്തിന്റെ ഏതെങ്കിലും ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു? യേശുക്രിസ്തു തന്റെ അവകാശവാദങ്ങളിൽ നിസ്തുലനായിരുന്നു. ഇനി അടുത്തതും പറയാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അവകാശവാദങ്ങളും പോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തിലും അവൻ നിസ്തുലനായിരുന്നു. നാം എല്ലാവരും ഒരു ദിവസം ഇവിടെ മരിക്കുന്നു. മരിക്കാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. മരിക്കാതിരിക്കാൻ എത്രമാത്രം ശ്രമം ചെയ്താലും മരണം ഒരിക്കൽ നമ്മെ സന്ദർശിക്കും. ഞങ്ങളുടെ ദേശത്ത്, ഞാൻ ഇടയാറുള്ളക്കാരനാണ്, ആറമ്പൂർ സ്വദേശിയാണ്, ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്.
അവിടെ ജീവിച്ചിരുന്ന സാധു കൊച്ചുകൾ ഉപദേശം പറഞ്ഞ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാലത്ത് എഴുതി വെച്ചു, അന്ന് ബഹുനില കെട്ടിടങ്ങളില്ല, പച്ച നിന്ന് ഉരുട്ടി കട്ടയുണ്ടാക്കി ആ കട്ട കൊണ്ട് വീടുകൾ പണിത് ഓലപ്പുര മേഞ്ഞ മനുഷ്യൻ പാർക്കുന്ന സാമ്പത്തികമായ ഇന്നത്തെ പുരോഗതി പ്രാപിക്കാത്ത ആ പ്രാചീന കാലം. അന്ന് അദ്ദേഹം എഴുതി വെച്ചു, മണ്ണും പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായ കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും, 10,000 നില പൊക്കിപ്പണിഞ്ഞാലും അതിന്റെ ഉള്ളിലും മൃത്യു കയറി ചെല്ലും. അത് നിങ്ങൾക്കറിയാമല്ലോ. 2011 അമേരിക്കയിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൂങ്കാര പ്രതാപമായി ആകാശത്തേക്ക്, അതായത് അമ്പലത്തെ ചുംബിച്ചുകൊണ്ട് ഉയർന്നു നൽകുന്ന 2 ട്വിൻ ബിൽഡിംഗ്സ്, വേൾഡ് ട്രേഡ് സെന്റർ, ലോക വ്യാപാര കേന്ദ്രം, അത് തകർക്കപ്പെട്ട സമയത്ത് 1.25 മണിക്കൂർ കൊണ്ട് അത് ഈ പടുകൂറ്റ ബിൽഡിംഗ് രണ്ടും ചിതാഭസ്മമായി മാറി. 2 എയർപ്ലെയിനുകൾ അതിലേക്ക് ഇടിച്ചു കയറി. വളരെ സുരക്ഷിതമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ബന്ധരിഞ്ഞ് ചണ്ടിക്കൂമ്പാരമായി മാറി. മനുഷ്യന്റെ സാങ്കേതിക വിദ്യ അതിനെ സംരക്ഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. മനുഷ്യൻ അമ്പലച്ചുണ്ടികളായി സൗരങ്ങൾ ഉണ്ടാക്കി ആകാശത്തിന്റെ അയറായി ചെന്ന് അന്യഗ്രഹങ്ങളിൽ പാർക്കാം എന്ന നിലയിൽ ആകാശത്തോളം എത്തുന്ന ഗോപുരങ്ങൾ കെട്ടിപ്പണിതാലും അതിന്റെ ഉള്ളിലും മൃത്യുവിന് അനായാസന പ്രവേശനമുണ്ടെന്നാണ് പാട്ടുകാരൻ പാടിയത്. മരണത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരിടവുമില്ല. വെള്ളത്തിലും വായുവിലും കരയിലും മനുഷ്യൻ സഞ്ചരിക്കുന്ന ഏത് മാർഗങ്ങളിലും മരണം അവനുള്ള വിദൂരമല്ല. ഏത് സമയത്തും മനുഷ്യൻ മരണത്തിന് വിധേയപ്പെടാം. നമ്മുടെ കർത്താവായ യേശുവും ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് മരണത്തിന് വിധേയപ്പെടുന്നതാണ്. മരണം ഒരിക്കൽ ജനിക്കുന്ന ഏത് മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങൾ അതിനെ അഭിമുഖീകരിച്ചേ മതിയാവുകയുള്ളൂ. മരിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. മരിക്കാതിരിക്കാൻ കഴിയുമ്പോൾ ജനിക്കാതിരിക്കണം. ജനിച്ചാൽ മരണം തീർച്ചയായും നമുക്കത് സമയം മാത്രമേ അറിയാൻ കഴിയാതിരിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിക്ക് നിങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് മരിക്കുകയില്ല. പക്ഷേ മരണം നമ്മുടെ വിധിയാണ്. നമ്മൾ ആ ഫെയ്റ്റിനെ അംഗീകരിച്ചേ മതിയാവും. ഒരു 8-10 വർഷം മുമ്പ് പെടലി വേദനയ്ക്ക് ചികിത്സ ചെയ്യാൻ ഞങ്ങളുടെ ഒരു ആശുപത്രിയായ തിരുവല്ല മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഞാൻ പോയി അഡ്മിറ്റായി. എന്റെ തൊട്ടടുത്ത ബെഡിൽ 101 വയസ്സ് പ്രായമുള്ള കിഴക്കന്നൂർ പ്രദേശിയായ ഒരു പിതാവിനെ അഡ്മിറ്റ് ചെയ്തു. 101 വയസ്സുള്ള ആ പിതാവിന്റെ ചർമ്മങ്ങളെല്ലാം പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ചുക്കി ചുളുങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ID കുത്താൻ വേണ്ടി അടുത്ത് വന്ന നേഴ്സ് സിറിഞ്ചെടുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കുത്താൻ തുടങ്ങുമ്പോൾ തൊട്ടിപ്പുറത്തെ ബെഡിൽ ഞാൻ കിടക്കുന്നത്. ഈ അപ്പച്ചൻ ചോദിക്കുക ആ നേഴ്സിന്, മോളെ ഞാനെങ്ങാനും മരിച്ചു പോകും, എനിക്ക് 101 വയസ്സ് പ്രായം. എനിക്കത് പ്രസംഗമായി പിന്നെ മാറി. 101 വയസ്സുള്ള ആളിനും മരിക്കാൻ ഇഷ്ടമില്ല. ഗതികേട് കൊണ്ട് മരണം നമ്മെ സമീപിക്കുമ്പോൾ മരണമെന്ന വാതിലൂടെ മറുകരയിലേക്ക് നാം പാലായനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ജീവിക്കാൻ വന്നവരാ, പക്ഷെ ഗതികേടുകൊണ്ട് മരിക്കുന്നു. അങ്ങനെ മരണത്തിന് ഇരയായി ഞാനും നിങ്ങൾ മാറ്റപ്പെടുന്നു. എന്നാൽ ലോകചരിത്രത്തിൽ മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച മനുഷ്യനേ ഉള്ളൂ. അതാരാണ്? ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്നെന്താണെന്ന് അറിയാമോ? മരിക്കാൻ വേണ്ടിയാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപം ചുമന്നൊഴിച്ച് മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ള എല്ലാ ആളുകളും പാപത്തിന്റെ ഫലമായി മരിച്ച് മാറ്റപ്പെടുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിറഞ്ഞു വന്നവനാണ് കർത്താവായ യേശു. ആ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി കാൽവരിലെ ക്രൂശിൽ മരിച്ചു. റോമൻ സൈന്യം അവനെ പിടിച്ചു. യഹൂദ പരിശീലനം അവനെ റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരവരെ വിലങ്ങു വെച്ചു. അവരെ കൂട്ടിക്കൊണ്ട് അന്നത്തെ ഗലീലയുടെ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അധികാര കസേരയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. അന്നത്തെ മതത്തിന്റെ ആചാര്യന്മാരായിരുന്ന മഹാപുരോഹിതന്മാരും അതുപോലെ യഹൂദ ദേശത്തിന്റെ അധിപതിയായിരുന്ന ഹേരോദാവും അതുപോലെ ഗലീലിയ പ്രവിശ്യയുടെ ഗവർണറായിരുന്ന പീലാത്തോസും തിരിച്ചും മറിച്ചും അവനെ വിസ്തരിച്ചു. മരണയോഗ്യമായതൊന്നും അവനെ കണ്ടില്ല എങ്കിലും ഒടുവിൽ മരണത്തിനായി ശിക്ഷ വിധിച്ച് മലക്കുരിശിനെ ക്രൂശിപ്പാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. 2 കള്ളന്മാരുടെ നടുവിൽ ഭാരമേറിയ ഒരു മരക്കുരിശ് ചുമന്നുകൊണ്ട് നസറേയനായ യേശു ഗോൽഗോഥായുടെ പടവുകളിൽ കയറി. ആ ഗോൽഗോഥ കുന്നിന്റെ നടുവിൽ 2 കള്ളന്മാരുടെ മധ്യേ കർത്താവായ യേശു മരിച്ചു. അതായത് അവരെ ആണികളാൽ അടിച്ച് കൊന്നു. അവന്റെ രക്തം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ ചൊരിഞ്ഞു. അവന് തന്റെ പ്രാണനെ മനുഷ്യവർഗത്തിന്റെ ആത്മരക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. സകലവും നിവൃത്തിയായി നിറഞ്ഞ്
പിതാവായ ദൈവമേ, ഞാൻ എന്റെ പ്രാണനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞ് നസ്രായൻ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു. സാധാരണക്കാരായ ഏത് മനുഷ്യനെ പോലെ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് മോർച്ചറി സംവിധാനം ഉള്ളതുകൊണ്ട് 4, 5, 6 ആഴ്ച ദിവസമോ 2, 3 ആഴ്ചയൊക്കെ വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ 24 അവേഴ്സ് പോയി ഈ ഭൗമശരീരം മറവിയും. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനമനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തെ വിട്ട് പ്രാണവായു ബഹിർഗമിച്ചാൽ 24 മണിക്കൂർ തികഞ്ഞു കഴിയുമ്പോൾ ശരീരത്തിന്റെ അകത്തുള്ള ബാക്ടീരിയകളും വൈറസുകളും പ്രവർത്തനോന്മുഖമാകും. ഈ ശരീരം ജീവനദിയിലേക്ക് ആരംഭിക്കും. അത് വളരെ വേഗത്തിൽ ജീവനദിയിലേക്ക് വഴുതി വീഴുകയും നാറ്റം ഭവിക്കുകയും ചെയ്യും. നാറ്റം വ്യാപിക്കുന്നതിന് മുമ്പ് ഭൗമശരീരം നാം സംസ്കരിക്കും. ചിലത് ദഹിപ്പിക്കും, ചിലത് മണ്ണിൽ സംസ്കരിക്കും. എങ്ങനെയായിരുന്നത് മറവിയാണ് പതിവ്. നസ്രയനായ യേശുവിനെയും യേശുവിന്റെ 2 രഹസ്യ ശിഷ്യന്മാരായിരുന്ന അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന മന്ത്രിയും നിക്കോദിമോസ് എന്ന് പറയുന്ന യേശുവിനെ രാത്രി സംബന്ധിച്ച ശിഷ്യനും അവരിരുവരും കൂട്ടി യഹൂദന്മാരുടെ ശവസംസ്കാര ആചാരപ്രകാരം 100 റാത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ അകമ്പടിയോടെ അവരുടെ ഭൗമശരീരം ഈ മന്ത്രിയായിരുന്ന അരിമത്തിയിലെ യോസേഫിന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറയിൽ ആ ഭൗമശരീരം സംസ്കരിക്കും. അതിന്റെ വാതിക്കൽ 2000 കിലോഗ്രാം തൂക്കം വരുന്ന ഭാരമേറിയ കല്ല് ഒരുക്കി വെച്ചു. അധികാരത്തിന്റെ മുദ്ര കൊണ്ട് ആ കല്ലറ അത് മുദ്രയിട്ടു. മാത്രമല്ല, ഈ യേശുവിനെ ക്രൂശിച്ച ശേഷവും അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പരീക്ഷപക്ഷം അവനെ പിന്മാറുവാൻ തയ്യാറായില്ല. അവൻ എലിയലിന് അധിപനായിട്ട് പീലാത്തോസിന് പറഞ്ഞു, അല്ലയോ യജമാനെ, ഞങ്ങൾക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്താണ് ആഗ്രഹം? പീലാത്തോസ് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ ചതിയനായ മനുഷ്യൻ, ശ്രദ്ധിക്കണം, ഈ ചതിയനായ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്നെ ക്രൂശിച്ചു കൊന്നാൽ 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തുന്നു. ഒരു പക്ഷെങ്കിൽ രാത്രി ദിശയുടെ നിശബ്ദതയിൽ അവന്റെ അരിമ ശിഷ്യന്മാർ വന്ന് അവന്റെ ഭൗമശരീരം ഈ കല്ലറയിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയ ശേഷം അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു വരുത്തിയാൽ ഒടുവിലത്തെ ചതി ആദ്യത്തിനേക്കാൾ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയി ഞാൻ കാവൽ കൊടുത്ത് തരാം, നിങ്ങൾ കല്ലറ ഉറപ്പാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ തീവട്ടി പന്തവുമേന്തി കുന്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് നസ്രയനായ യേശു അടക്കപ്പെട്ട കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് താൻ മുൻകൂട്ടി പറഞ്ഞ പോലെ വരാതിരിക്കാൻ ഈ കാവൽ പടയാളികൾ അവന്റെ കല്ലറ കാവൽ ചെയ്തു. നിങ്ങൾക്കറിയാമോ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയുടെ പുതുപുത്തൻ പ്രഭാതത്തിൽ അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട നസ്രയനായ യേശുവിന്റെ ഭൗമശരീരത്തിന്മേൽ സുഗന്ധ ലേപനം ചെയ്യുവാൻ യേശുവിന്റെ ഐഹിക നാളുകളിലെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അവനെ അനുധാവനം ചെയ്ത വിശുദ്ധ സ്ത്രീകൾ ഒരുക്കപ്പെട്ട സുഗന്ധരയുമായി അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയുടെ സമീപേ അധികാരത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ചെന്നപ്പോൾ അവരെ അമ്പരപ്പിച്ച കാഴ്ച. കല്ലറയുടെ വാതിക്കലിന് കല്ല് ഉരുട്ട് നീക്കിയിരിക്കുന്നു. 2 കാറിൽ നിന്ന് പടയാളികൾ നിദ്രയിൽ അമർന്നിരിക്കുന്നു. കല്ലറ തുറന്നു കിടക്കുന്നു. കല്ലറയുടെ അകത്തും തലക്കിലും കാൽക്കലുമായി 2 ദൂതന്മാർ ശുഭ്രവസ്ത്രധാരികളായി ഇരിക്കുന്നു. അവിടെ വിഷാദ ഭാവത്തിൽ വിഷാദ മനസ്സോട് നിൽക്കുന്ന സ്ത്രീകളെ നോക്കി ആ ദൂതന്മാർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവര് ചോദിച്ചു, ഞങ്ങൾ നസ്രയനായ യേശുവിനെ തന്നെ. അവൻ പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ മരിച്ച ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ എത്ര മതാചാര്യന്മാർ, എത്ര തത്വചിന്തകന്മാർ, എത്രയോ രാഷ്ട്രീയ മീമാംസകൾ, എത്രയോ വിദ്യാഭ്യാസ വീക്ഷകന്മാർ, എത്രയോ ഭിഷഗ്രന്മാർ കാലാകാലങ്ങളായി ജനിച്ചിട്ടുണ്ട്. പ്രാചീന തത്വശാസ്ത്രത്തിന്റെ ഈറ്റിലും അറിയപ്പെടുന്ന പുരാതന ഗ്രീസിലെ ഏതൻസിൽ ജനിച്ച മഹാനായ സോക്രട്ടീസ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായ പ്ലൂനി, അദ്ദേഹത്തിന്റെ ശിഷ്യനായ പ്ലേറ്റോ, ഇന്ത്യയിലെ ബാദരായണൻ, ലോകൻ കാലാകാലങ്ങളായി ജന്മം കൊടുത്ത മസ്തിഷ്ക ആചാര്യന്മാർ, അവരെല്ലാവരും അതാത് കാലങ്ങളിൽ തങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ച മൺകൂടാരങ്ങളിൽ ഇന്നും അവരുടെ ഭൗമശരീരം മൺനിറഞ്ഞു കിടക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ പുതുപുത്തൻ പ്രഭാതത്തിൽ യേശുവിന്റെ കല്ലറയ്ക്കൽ സുഗന്ധ ലേപനം ചെയ്യുവാൻ അടുത്തിരുന്ന സ്ത്രീകളുടെ ശബ്ദം, അവനിവിടെയില്ല, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. അവനിവിടെയില്ല, അവൻ മരിച്ചവന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിലും ക്രിസ്തു നിസ്തുല്യനായിരുന്നു. ജനത്തിൽ ക്രിസ്തു നിസ്തുല്യൻ, ജീവിതത്തിൽ യേശു ക്രിസ്തു നിസ്തുല്യൻ, ഉപദേശങ്ങളിൽ യേശു നിസ്തുല്യൻ, അവകാശവാദങ്ങളിൽ യേശു നിസ്തുല്യൻ, മരണത്തിലും യേശു നിസ്തുല്യൻ. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിന്റെ കവയിത്രിയായിരുന്ന സരോജിനി, ചരിത്രത്തിന്റെ തങ്കത്താളികളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചരിത്രരേഖ ഭാരതത്തിലുണ്ട്. 1900
47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രക്തരഹിത സമരാങ്കണത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി, അദ്ദേഹം ഗുജറാത്തിലെ പോർബന്തറിൽ ജനിക്കുമെന്നും പ്രാഥമിക വിദ്യാഭ്യാസം ഗുജറാത്തിൽ ചെയ്യുമെന്നും അവിടെ നിന്നും അദ്ദേഹം സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വിശാലമായ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കേംബ്രിഡ്ജിൽ പോയി ഭാരതിലേക്ക് പഠിക്കുമെന്നും അവിടെ നിന്ന് അദ്ദേഹം മടങ്ങി ഇന്ത്യയിൽ വരുമെന്നും അദ്ദേഹം സർദാർ വല്ലഭായി പട്ടേൽ, നെഹ്റുജി മുതലായ ആളുകളെ സംഘടിപ്പിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൽ പാസാക്കുമെന്നും ബ്രിട്ടീഷുകാർക്കെതിരായി അദ്ദേഹം രക്തരഹിത വിപ്ലവത്തിന് നേതൃത്വം നൽകുമെന്ന് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ബ്രിട്ടീഷിന്റെ അധികാരത്തിന്റെ മുൾമുനയിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കുമെന്നും 1948 ജനുവരി മാസം 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പതിവ് പോലെ വിപ്ലവമന്ദിരത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകുന്നു. അദ്ദേഹം തോക്കിനിരയായി മരിക്കുമെന്നും ഇവിടുത്തെ വാരഫലം ആഴ്ചതോറും ഇടപെടാതെ എഴുതിവിടുന്ന മനോരമയിലെ വാരഫല ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ പണ്ഡിതന്മാരായ ജ്യോത്സ്യന്മാരോ മുൻകൂട്ടി അത് പ്രവചിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് മഹാത്മജി ഒരു പക്ഷെങ്കിൽ അന്നത്തെ പ്രാർത്ഥന വേണ്ട എന്ന് വെക്കുന്നതായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു. അതൊരു വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്. അദ്ദേഹത്തെ രാജ്ഘട്ടിൽ അടക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിതാവസ്തുവും രാജ്ഘട്ടിൽ സംസ്കരിച്ചു. ഞായറാഴ്ചയുടെ മുഴുവൻ പുലരിയിൽ ഭാരതത്തിന്റെ കവയത്രി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സരോജിനി നായിഡു അവർ രാജ്ഘട്ടിലെ മഹാത്മജിയുടെ ശവകുടീരത്തിന് സമീപിച്ചിരുന്നു. ഉച്ചത്തിൽ നിലവിളിച്ചു, അല്ലയോ ബാപ്പുജി, അങ്ങ് മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. അങ്ങിന്ന് അടക്കപ്പെട്ടിട്ട് 3-ാം ദിവസമാകുന്നു. ചരിത്രത്തിലൊരു പുരുഷനെ എനിക്കറിയാം, നസറേയനായ യേശു. അവൻ മരിച്ചത് വെള്ളിയാഴ്ചയാണ്. അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിലാണ് അവനെ സംസ്കരിച്ചത്. എന്നാൽ 3-ാം ദിവസം അരിമത്തിലെ യോസേഫിന്റെ കല്ലറയുടെ വാതിക്കൽ വിട്ടിരിക്കുന്ന ഭാരതേറിയ കല്ല് ഉരുട്ടി മാറ്റിക്കൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിലെ മുദ്രയെ ഭേദിച്ചുകൊണ്ട് കാവൽപ്പടയാളികളെ കുന്തമേന്തിയ കാവൽപ്പടയാളികളെ നിദ്രയിലമർത്തിക്കൊണ്ട് നസ്രായൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങ് അടക്കപ്പെട്ടിട്ടും 3-ാം ദിവസമാകുന്നു. വിജയത്തിലേക്ക് വന്നാലും മരണത്തെ ജയിച്ചാലും ഭാരതത്തെ നയിച്ചാലും പ്രാർത്ഥിച്ചു. സരോജിനി നായിഡുവിന്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇന്നും ഈ ഭാരതത്തിന്റെ അയറായിൽ ആകാശപത്തിയെ ഇങ്ങനെ അത് അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ശിലാഭസ്മം ഇന്നും പഴയ രാജഘട്ടിൽ നിദ്രകൊള്ളുന്നു. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ വ്യക്തി കർത്താവായ യേശു ജന്മത്തിൽ മുസ്ലിനാണ്, ജീവിതത്തിൽ മുസ്ലിനാണ്, അതുപോലെ അവകാശവാദത്തിൽ മുസ്ലിനാണ്, ഉപദേശത്തിൽ മുസ്ലിനാണ്, മരണത്തിൽ മുസ്ലിനാണ്, പുനരുദ്ധാനത്തിലും മുസ്ലിനാണ്. ആ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളെയും ഞാൻ ചേർത്തുകൊള്ളു. കാലാകാലങ്ങളായി ഈ നസറേയനായ യേശുവിനെ, ക്രിസ്തുവിന്റെ പ്രഭാവനായ ഈ രക്ഷകനെ, ഈ ഏകലോകീയ രക്ഷകനെ ദൈവത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപങ്ങളുടെ മോചനം പ്രാപിച്ച് വീണ്ടും തന്നെ പ്രാപിച്ച് ദൈവമക്കളായി തീരുന്ന ആളുകളെ ചേർക്കുവാൻ കർത്താവായ യേശു എത്രയും വേഗം വരുവാൻ പോകുകയാണ്. മഹാരാജാവിന്റെ ആഗമനത്തിൽ അവരോടുകൂടെ എടുക്കപ്പെടുവാൻ നിങ്ങളെ ക്ഷണിക്കേണ്ടതിനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ മുന്നിൽ കൺവെർഷേഷൻ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളാരും ഏതെങ്കിലും മതത്തിന്റെ പ്രചാരകരല്ല. ക്രിസ്തുമതം ഒരു മതമല്ല. ക്രിസ്തുമതം ആരെയും രക്ഷിക്കുകയില്ല, ഒരു മതവും ആരെയും രക്ഷിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മരണം സുനിശ്ചിതമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ വിധിയാണ്. എന്നാൽ മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മറുലോകത്തുള്ള ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. ഈ ജീവിതത്തിന്റെ അന്ത്യത്തിൽ മരണത്തിന്റെ തണുത്ത വിറങ്ങലിച്ച കരങ്ങൾ നിങ്ങളെ സ്പർശിക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ജീവിതയാത്ര? നിത്യ നാശത്തിലേക്കോ അതോ നിത്യമായ സന്തോഷത്തിലേക്കോ? ഏത് തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒന്നെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം പ്രാപിച്ച് നിത്യജീവന്റെ പങ്കാളികളായി നിത്യസ്വർഗം കർത്താവിനെ തിരഞ്ഞെടുക്കുക. അതല്ല, മനഃപൂർവ്വമായി ഈ സുവിശേഷം കേട്ടിട്ടും നിങ്ങൾ ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തെ അവഗണിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും ദൈവം വിശുദ്ധീകരിച്ച ദൈവരക്തത്തെ മല്ലറിന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ബഹുമാനപ്പെട്ട സർവേപ്പള്ളി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച വിശ്വഗുരു ഈ നസ്രായനായ യേശുവാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് നിങ്ങളുടെ ഗുരുവായിരിക്കാൻ യോഗ്യതയ്ക്കില്ല, എന്റെ ശിഷ്യനായിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, എന്നാൽ ഞാൻ ലോകത്തിലെ ശ്രേഷ്ഠനായ ഗുരുവിനെ കാണിച്ചു തരാം. അവനാണ് നസ്രായനായ യേശു, പാപം മോചിക്കുന്ന രക്ഷകൻ. ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ വിശ്വാസത്താൽ അവനെ കൈക്കൊണ്ട് അവൻ മുഖാന്തരം സൗജന്യമായി നൽകുന്ന ഈ ആത്മരക്ഷയുടെ അംശികളായി തീരുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൽ ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി മാടി വിളിച്ചുകൊണ്ട്, അല്ല നിങ്ങൾ ഈ സുവിശേഷ സന്ദേശം അവഗണിച്ചാൽ ആർക്കും ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത നിത്യ നരകാഗ്നിയിലേക്ക് മാത്രമേ നിങ്ങൾ അവസാനം ചെന്നെത്തുകയോടുള്ള ഭയനിർദ്ദേശം നിങ്ങളെ ആവർത്തിച്ചോർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.